ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ബോൾ റെസിപ്പി. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/2 കപ്പ് ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്തത്, പിന്നെ വേവിച്ചെടുത്ത 1 കപ്പ് ചിക്കൻ. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പൊക്കെ കൂടി ചേർത്ത് വേവിച്ചെടുത്ത് പിച്ചെടുത്ത ചിക്കനാണ്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിന് പകരമായിട്ട് ചില്ലി ഫ്ലേക്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് ചെയ്തൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ മയോണൈസിന് പകരമായിട്ട് വേണമെങ്കിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പീസസ് ആണ്. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഇത് നോർമൽ വൈറ്റ് ബ്രെഡാണ്. ഇനി നമുക്കിതിൻ്റെ ആ സൈഡ് ബ്രൗൺ പീസ് ഒന്ന് കളഞ്ഞ് മാറ്റാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രൗൺ പീസ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് പീസ് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. എന്നിട്ട് 2 കൈ വെച്ചിട്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ബ്രെഡിലുള്ള വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് 1 സ്പൂൺ മസാല വെച്ച് കൊടുക്കുക. ഒരുപാട് മസാല വെക്കരുത്. പിന്നെ ഇതേപോലെ 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ചിലപ്പോൾ നമ്മുടെ ആ ബ്രെഡ് പീസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കുതിർന്നതാണല്ലോ. പൊട്ടിപ്പോവാണെങ്കിൽ നമ്മൾ ചെറിയൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതേപോലെ നല്ലൊരു ബോളാക്കിയിട്ട് മാറ്റാം. ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിനെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് പ്ലെയിൻ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഇനി ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോൾസ് മുങ്ങുന്ന അത്രയും ഓയിൽ വെച്ച് കൊടുക്കുക. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ മുതൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.